ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലപ്പോഴും നമ്മുടെ പല ക്ലയൻസും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, എൻ്റെ കൂടെ നല്ലൊരു സ്റ്റാഫുണ്ട്, നല്ല കിടിലൻ സ്റ്റാഫാണ്, അയാളാണ് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ഞാനില്ലെങ്കിൽ എൻ്റെ അഭാവത്തിൽ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവരാണ്. പക്ഷേ ഞാൻ കാര്യങ്ങളൊന്ന് സിസ്റ്റമൈസ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ, ചില റിപ്പോർട്ടിംഗ് ഫോർമാറ്റുകൾ കൊണ്ടുവന്നപ്പോൾ, ചില സോഫ്റ്റ്വെയറൊക്കെ കൊണ്ടുവന്നപ്പോൾ പുള്ളി സഹകരിക്കുന്നില്ല. പുള്ളിക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പെരുമാറുന്നത്. പക്ഷെ പുള്ളി സഹകരിക്കാത്തതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരടി മുന്നോട്ട് നീങ്ങുന്നില്ല പുതിയ രീതിയിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഒന്നും തന്നെ. ഞങ്ങൾ പലപ്പോഴും കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു ചേഞ്ച് മാനേജ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മിക്ക ഓർഗനൈസേഷനിലും കാണുന്ന ഒരു പ്രശ്നമാണ്, അവിടുത്തെ നല്ല ഒരു എംപ്ലോയി വളരെ ആത്മാർത്ഥതയുള്ള ആളായിരിക്കും, പക്ഷേ സിസ്റ്റംസ് ഫോളോ ചെയ്യാൻ തയ്യാറാവില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറാവാത്തത്? പ്രധാനമായിട്ടുള്ള കാരണം, ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടല്ലോ, വളരെ നന്നായിട്ടാണല്ലോ പോകുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസ് പുള്ളിക്കുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തിനാണ് പുതിയ സിസ്റ്റംസ്, അതെന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ പ്രധാനമായിട്ടും അവെയർനെസ് ഇല്ലാത്തതാണ് ആദ്യത്തെ കാരണം. അതായത് എന്തിനു വേണ്ടിയാണ് സിസ്റ്റംസ്, അത് അയാളുടെ ട്രസ്റ്റിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയല്ല, അതേസമയം ഇത് അയാളുടെയും ഓർഗനൈസേഷൻ്റെയും എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആദ്യം മുതൽ തന്നെ എങ്ങനെയാണ് ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് ഉണ്ടാവുക, ആ ഗ്രോത്തിൻ്റെ എന്ത് പാർട്ടാണ് ഇദ്ദേഹം വഹിക്കുന്നത്, അതിനകത്ത് ഇദ്ദേഹത്തിന് വലിയ റോൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു വലിയ രീതിയിലുള്ളൊരു ക്യാൻവാസിലുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ചെറിയ ടാസ്കുകളിൽ ഒതുക്കിയാണ് പതിവ്. അദ്ദേഹം മൈക്രോ മാനേജ്മെൻറ്റിലൊക്കെ ഇൻവോൾവ് ആയിരിക്കും, പക്ഷേ ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ആ വലിയ ചിന്തയിൽ, ആ വലിയ ക്യാൻവാസിലേക്ക് കൂടി ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു അവെയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കുറച്ചുകൂടി വലിയ രീതിയിൽ ഇത് മനസ്സിലാവും. ഓക്കെ, ഓർഗനൈസേഷൻ്റെ പാത്തിലോ ഗ്രോത്തിൻ്റെ പാത്തിൽ ഞാൻ വലിയൊരു ഘടകമാണ്, എന്നിലൂടെ വേണം ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത് അദ്ദേഹത്തിന് വലിയ ഓണർഷിപ്പ് ഉണ്ടാക്കും. ആ ഓണർഷിപ്പ് അദ്ദേഹത്തെ പഠിക്കാനുള്ള ഒരു ത്വര, ലേണിങ്ങിനുള്ള ഒരു ഇൻട്രസ്റ്റ് അദ്ദേഹത്തിൽ ജനിപ്പിക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൽ ആ ലേണിങ് ആദ്യം തന്നെ കൊടുക്കേണ്ടത്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞത്, സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കുമുള്ള റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണ്. എന്ത് ചെറിയ കാര്യം പറഞ്ഞാൽ പോലും നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു മെത്തഡോളജി ഉണ്ടല്ലോ, ഏറ്റവും ഫെമിലിയർ പാത്തിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ബ്രെയിനിൻ്റെ മെത്തഡോളജി. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള പരിപാടി, ഏറ്റവും കംഫർട്ട് സോണിലുള്ള പരിപാടി മാത്രമേ നമ്മൾ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അതിന് ബ്രേക്ക് ചെയ്യാൻ തക്കതായ ഒരു റീസൺ വേണം. നമുക്കതിനൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഫോളോ ചെയ്യും. എന്ത് ബെനിഫിറ്റ്സ് ഒക്കെയാണ് അദ്ദേഹത്തിന് കിട്ടുക? അതായത് ഇത്തരത്തിലുള്ളൊരു പുതിയ സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പേഴ്സണലിയും അദ്ദേഹത്തിന് പ്രൊഫഷണലിയും അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനും അദ്ദേഹത്തിന് ചുറ്റുപാടുമുള്ളവർക്കുമൊക്കെ എന്ത് ബെനിഫിറ്റ് ലഭിക്കുമെന്നുള്ള കൃത്യതയും അദ്ദേഹത്തിന് കൊടുക്കണം. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഇത്തരത്തിലുള്ള സ്റ്റാഴ്സ് ആയിട്ടുള്ള ആളുകളെ മാറ്റണമെങ്കിൽ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ അദ്ദേഹത്തെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ച്, അദ്ദേഹത്തിന് എന്തുമാത്രം റോളുണ്ട് ഇതിനകത്ത് എന്ന് മനസ്സിലാക്കിപ്പിച്ച്, അദ്ദേഹത്തിന് ഗ്രോത്ത് ഉറപ്പ് കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്നാൽ ഏകദേശം ഒരു 70% ആൾക്കാരും മാറുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു 30% വളരെ കടുംപിടുത്തമുള്ള ആളുകളുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവരുടെ രീതികൾ കോൺക്രീറ്റായി പോയിട്ടുണ്ടാവും. അതായത് ഇനി മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ബ്രെയിനിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ചില ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില ആൾക്കാരുണ്ടാവും. എനിക്ക് മാറാൻ പറ്റില്ല, എൻ്റെ ആവശ്യമില്ല, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് നമ്മളോട് തർക്കിക്കുന്ന, നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പാര വയ്ക്കുന്ന ആളുകൾ. ഇവരോട് നമുക്ക് 2, 3, 4 തവണയൊക്കെ പറഞ്ഞു നോക്കാം. മാക്സിമം 3 തവണ എന്നാണ് പറയുക. 4ാമത്തെ തവണ അവരെ ആക്ച്വലി എത്രയും പെട്ടെന്ന് ആ സിസ്റ്റത്തിന് പുറത്തേക്ക് എടുത്തിടുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. നമുക്ക് അത്ര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്ഥിരമായിട്ട് സാലറി കൊടുത്തിട്ട് ഈ പരിപാടിയിലൊന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ അവിടെ നിർത്തിക്കോളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയിലേക്ക് മാറ്റിക്കോളൂ. പക്ഷേ നിങ്ങളുടെ എൻറ്റയർ സിസ്റ്റത്തിനെ ടോക്സിക് ആവുന്ന തരത്തിലേക്ക് അദ്ദേഹം വളരുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, സിസ്റ്റത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയേ മതിയാകൂ, എത്ര നല്ല പെർഫോമർ ആണെങ്കിലും. അപ്പം സ്റ്റാർ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്റ്റാർ പെർഫോമർ ആയിക്കോട്ടെ, നിങ്ങളുടെ കീ പെർഫോമർ ആയിക്കോട്ടെ, അദ്ദേഹം നിങ്ങളുടെ സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോളൂ, അദ്ദേഹത്തെ സിസ്റ്റത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. 3 വാണിംഗ് വളരെ കൂടുതലാണ്. 3 വാണിങ്ങേ ആവശ്യമുള്ളൂ. 4ാമത്തേതിൽ അദ്ദേഹത്തെ പുറത്തേക്ക് എടുത്ത് കളയാം. വാണിംഗ് എന്നുള്ളതല്ല, അവെയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്റ്റാർ പെർഫോമർ നിങ്ങളുടെ സിസ്റ്റംസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പിക്കുക, അദ്ദേഹത്തിന് അവെയർനെസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അവെയർനെസ് കൊടുക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയമാവുകയാണെങ്കിൽ ഒരു സംശയവുമില്ലാതെ അദ്ദേഹത്തിനെ സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് മാറ്റി നിർത്തുക. ഓൾ ദി ബെസ്റ്റ്.